ഇത് ആഴാങ്കോണമാണ്. നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിൽ കുറച്ച് ദൂരം സഞ്ചരിച്ച് പാലാങ്കോണം വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ കാഴ്ച. ഇവിടെ മണമ്പൂർ റോഡിന് ക്രോസായിട്ട് ഒരു ഓവർപാസ് വരേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഡൈവേർഷനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ എർത്ത് മൂവ് ചെയ്യുന്ന പരിപാടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ സ്ട്രെച്ചിൽ നമ്മുടെ അവസാനത്തെ വീഡിയോ 2 മാസം മുന്നേ ആയിരുന്നു. മുൻപ് ഇവിടെ സർവീസ് റോഡ് ഉയരത്തിലായിരുന്നു. ഒരു മഴയിൽ അത് ഇടിഞ്ഞ് വീണതിനെ തുടർന്ന് ഇപ്പോൾ അതൊരു റാമ്പാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കോൺക്രീറ്റ് വാൾ അവിടുന്ന് കെട്ടി വരുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് സർവീസ് റോഡ് വീണ്ടും ഉയരത്തിൽ തന്നെ ആയിരിക്കും പോവുക. കൺസ്ട്രക്ഷൻ വാഹനങ്ങൾക്ക് പോകാനായി ഒരു റാമ്പ് ഉണ്ടാക്കിയതൊഴിച്ചാൽ ഇവിടെ വേറെ പുതിയ പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. കോൺക്രീറ്റ് റിട്ടേണിംഗ് വാൾ കെട്ടി വരുന്നത് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവർട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് കൾവർട്ടിൻ്റെ പീസസ് ഒക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കൾവർട്ടിൻ്റെ നിർമ്മാണം ഇത്രത്തോളമാണ് ആയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗത്തു കൂടി കൾവർട്ടിൻ്റെ പീസസ് പറക്കി വയ്ക്കാനുണ്ട്. ഇവിടുന്ന് കുറേ ദൂരത്തേക്ക് ഫസ്റ്റ് ലെയർ ഗ്രാവൽ ഉറപ്പിക്കുന്ന പ്രവൃത്തികൾ പല ഘട്ടത്തിലായി എത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുറേ ദൂരത്തേക്ക് ടാർ ചെയ്ത ഭാഗങ്ങളും ഉണ്ട്. മെയിൻ ഗാരേജയുടെ ഇടതുവശത്ത് ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലതുവശത്ത് നിരത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് സർവീസ് റോഡ് എടുത്താണ് പോവേണ്ടത്. കാരണം മുന്നിലുള്ള പുത്തൻകോട് അണ്ടർപാസിന് സമീപം അപ്രോച്ച് റോഡ് കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അണ്ടർപാസിനോട് ചേർന്ന് 2 വശത്തേക്കും കുറച്ച് ദൂരം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയായിരിക്കും സോയിൽ ഫില്ല് ചെയ്ത് ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യുക.
മുൻപ് ഇതുവഴി ഗതാഗതം സാധ്യമായിരുന്നു. നമ്മൾ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടി പോയ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി സർവീസ് റോഡ് വഴി നമുക്ക് അണ്ടർപാസ് മുറിച്ച് കടന്ന് അപ്പുറത്തെ വശത്തെത്തി ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. ഇതാണ് പുത്തൻകോട് അണ്ടർപാസ്. കൃത്യ സ്ഥലപ്പേര് എനിക്കും അറിയില്ല. തൊട്ടടുത്ത സ്ഥലപ്പേര് റെഫറൻസിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ വീണ്ടും മെയിൻ ഗാരേജിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് നേരത്തെ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് മണമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ അണ്ടർപാസിലാണ്. നമുക്ക് അവിടം വരെ പോയി അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. തൊട്ടു മുന്നിലാണ് മണമ്പൂർ ചാത്തമ്പ്ര റോഡിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലായി അവസാനം അനുവദിച്ച അണ്ടർപാസ്. അവിടത്തേക്കുള്ള സോയിൽ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആക്റ്റീവ് വർക്ക് സൈറ്റായിട്ടാണ് തോന്നിയത്. ഒരു എക്സ്കവേറ്ററൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടും വർക്ക് നിർത്തി വച്ചിരിക്കുന്നതാവാം. ഈ ഒരു ലെവലിൽ സോയിൽ ഇതുവരെ കോമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് വാളിൻ്റെ കൺസ്ട്രക്ഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കറങ്ങി സർവീസ് റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് മണമ്പൂർ ചാത്തമ്പ്ര റോഡും അതിൽ വന്നിരിക്കുന്ന അണ്ടർപാസും. ഇവിടെ വയൽ പ്രദേശമായിരുന്നത് കൊണ്ടാവണം RE പാനൽ ഉയർത്തി പണി ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കോൺക്രീറ്റ് വാള് തന്നെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ മെയിൻ ഗാരേജിലേക്ക് കയറാനുള്ളൊരു ചെറിയ വഴി നിലവിലുണ്ട്. ഓരോ കൺസ്ട്രക്ഷൻ വാഹനങ്ങൾക്ക് പോകാനായി അതുവഴി കയറി മുകളിലെ കാഴ്ചകൾ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങാം. മുന്നിലായിട്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ചിനുള്ള എർത്ത് വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പിന്നിലേക്ക് MLA പാലം അണ്ടർപാസിന് സമീപത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുന്നതായി തോന്നിയില്ല. നേരെ മുന്നിൽ MLA പാലം അണ്ടർപാസിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേനൽ മഴയിൽ നല്ലവണ്ണം ചെളിക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഒരല്പം ആശങ്കയോടുകൂടിയാണ് വാഹനം അതിലേക്ക് ഇറക്കിയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. MLA പാലം അണ്ടർപാസിൻ്റെ തെക്കേ അപ്രോച്ചിൽ എർത്ത് വർക്ക്സ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ RE പാനൽ റേസ് ചെയ്യുന്ന പ്രവൃത്തി ഈ സൈഡിൽ കണ്ടില്ല. ഇവിടെ ഒരു തോട് ക്രോസ് ചെയ്യുന്നതിന് ഒരു കൾവർട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തികളും തുടങ്ങിയതായി കണ്ടില്ല. നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടുന്ന് പാലാങ്കോണം ഓവർപാസിൻ്റെ സൈറ്റ് വരെ വലിയ പണികളൊന്നും നടന്നിട്ടില്ല. നമ്മൾ 2 മാസം മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ളൂ. ബാക്കിയുള്ള പാലാങ്കോണം സൈറ്റിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടുന്ന തിരുവനന്തപുരം റീച്ചിലെ പണികൾക്ക് ഉദ്ദേശിച്ച വേഗത കൈവരാത്തത് കാരണം കോൺട്രാക്ടിംഗ് കമ്പനിക്ക് NHAI 50 കോടി രൂപയുടെ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാർത്ത ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ വേനൽ മഴ വന്നതോടുകൂടി ഓൾറെഡി അല്പം സ്ലോ അടിച്ചു നിന്ന നമ്മുടെ പ്രവർത്തികൾ വീണ്ടും അല്പം കൂടി സ്ലോ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മുന്നിലാണ് പാലാങ്കോണം ഓവർപാസിൻ്റെ സൈറ്റ്. അവിടുത്തെ നമുക്ക് വീഡിയോ പ്രത്യേകമായി എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. എന്നാൽ വേനൽ മഴ അവിടെ നല്ലവണ്ണം വെള്ളക്കെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൈലിംഗ് പ്രവർത്തികൾ പോസ് മോഡിലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നേരത്തെ ഒരു ആഴ്ച മുന്നേ കണ്ട സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.
തൊട്ട് മുന്നിലാണ് ആലങ്കോട് കടക്കാവൂർ റോഡ്. അത് ക്രോസ് ചെയ്യാനാണ് ഇവിടെ ഒരു ഓവർപാസ് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പാലാങ്കോണം ഓവർപാസിൻ്റെ സൈറ്റ്. എൻ്റെ ഊഹത്തിൽ 12 പൈലിങ്ങുകൾ വേണ്ടി വരണം. അതിൽ 6 കഴിഞ്ഞതായിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കണ്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വേനൽ മഴ പെയ്ത് ഇവിടെയൊക്കെ വീണ്ടും വെള്ളക്കെട്ടായിരിക്കുകയാണ്. ഇതാണ് ഓവർപാസിൽ നിന്ന് തെക്കോട്ടുള്ള ദിശയിലെ കാഴ്ചകൾ. ഇവിടെ പുതുതായി പണികളൊന്നും നടന്നിട്ടില്ല. മുകളിലായി അല്പം അപകടാവസ്ഥയിലുണ്ടായിരുന്ന വീട് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് കുടവർക്കോണം ഓവർപാസ് എത്തുന്നതിന് കുറച്ച് മുന്നിൽ കുറച്ചധികം എർത്ത് വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.